നമസ്കാരം. ഈ കേരളത്തിൽ കുറച്ചു നാൾ മുമ്പ് ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി 36 കോടി രൂപ നമ്മൾ പിരിച്ചെടുത്തു. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സിന്റെ ഓണറാണ് ഈ പിരിവിന് തുടക്കം കുറിച്ചത്. അദ്ദേഹത്തിന്റെ അമ്മയുടെ കരച്ചിൽ എനിക്ക് കാണാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ തുടങ്ങി വെച്ചൊരു പിരിവ് അവസാനിച്ചത് 36 കോടി രൂപയിലാണ്. കേരളത്തെ അന്ന് പുറത്തുള്ള എല്ലാ സംസ്ഥാനക്കാരും അഭിനന്ദിച്ചു. ഒരാളുടെ ജീവന് വേണ്ടി 36 കോടി രൂപ പിരിച്ചു കേരളം, നന്മയുള്ള കേരളം, എല്ലാവരും വിളിച്ചോതി. അന്ന് എന്നെപ്പോലുള്ള ആളുകൾ പറഞ്ഞു, ഇതൊരു അജണ്ടയുടെ ഭാഗമാണ്, ഇതൊരു പ്രത്യേക വിഭാഗത്തിന് മാത്രമേ ഈ പണം പിരിച്ചു കൊടുക്കുകയുള്ളൂ എന്ന് ഞാനടക്കമുള്ള ആളുകൾ പറഞ്ഞു. അതിന് തെറ്റു പറയാൻ പറ്റില്ല. കാരണം പാലക്കാട് ജില്ലയിൽ മുതലമട പഞ്ചായത്തിൽ ഒരു പാവം പിടിച്ച കൊച്ചു പയ്യനുണ്ട്. 4-5 വയസ്സുള്ളൊരു പയ്യൻ. ആ കുട്ടിക്കൊരു പ്രത്യേക രോഗമാണ്. ആ രോഗം മാറണമെങ്കിൽ അവനൊരു ഇഞ്ചക്ഷൻ അടിക്കണം. ആ ഇഞ്ചക്ഷന് 24 കോടി രൂപയാണ് ചിലവ്. ആ പാവം പിടിച്ച വീട്ടുകാർ 6 മാസമായിട്ട് ആ കുട്ടിയുടെ പിരിവിന് വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെ മുമ്പിലും നടക്കുകയാണ്. വെറും 28 ലക്ഷം രൂപയാണ് 6 മാസമായിട്ട് ആ പാവം പിടിച്ച കുട്ടിയുടെ അക്കൗണ്ടിലോട്ട് വന്നത്. ഒരാളുടെ കൊലപാതകത്തിന് അദ്ദേഹത്തിന്റെ ജീവനാംശം കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ആ ഡെഡ് മണിയായിട്ട് നമ്മൾ കൊടുത്ത് ഒരാളുടെ ജീവൻ തിരിച്ചു പിടിച്ചത് 36 കോടി രൂപ കേരളം പിരിച്ചെടുത്തിട്ടാണ്. ആ പിരിവിന്റെ മുമ്പിൽ നിൽക്കാൻ സെലിബ്രിറ്റികളായിട്ടുള്ള അല്ലെങ്കിൽ ബിസിനസ്മാൻ ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അവർക്കൊരു തക്കതായ ബിസിനസ് മൈൻഡ് അതിനുണ്ടായിരുന്നു എന്ന് വേണം ചിന്തിക്കാൻ. കാരണം ഒരു പ്രത്യേക വിഭാഗത്തിനെ സന്തോഷിപ്പിച്ച് നിർത്തിയാൽ മാത്രമേ ഇവിടെ പലതും നേടാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ചിന്താഗതി തന്നെയായിരിക്കാം മുന്നോട്ടിറങ്ങിയതിൽ അദ്ദേഹത്തിന്റെ ലക്ഷ്യവും. എന്തുകൊണ്ട് ആ സെലിബ്രിറ്റി അല്ലെങ്കിൽ ആ പണക്കാരൻ അല്ലെങ്കിൽ ആ ബിസിനസ്മാൻ പാലക്കാട് ജില്ലയിലെ ഈ മുതലമട പഞ്ചായത്തിലെ ഈ പാവം പിടിച്ച കുരുന്നിനെ കാണുന്നില്ല? അദ്ദേഹത്തിന് മുന്നോട്ടിറങ്ങിക്കൊണ്ട് 1 കോടി രൂപ കൊടുത്തുകൊണ്ട് ഞാനിതിന് തുടക്കം കുറിച്ചു എന്ന് പറയുന്നില്ല. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതെല്ലാം തിരിച്ചെടുക്കാം. കേരളം ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മാത്രം പിരിക്കുന്നവരല്ല, എല്ലാവരും ഒരുപോലെ കാണുന്നവരാണ് എന്ന് ഞാൻ പറയാം. എൻ്റെ ചിന്താഗതി തെറ്റായിരുന്നു എന്ന് ഞാൻ സമ്മതിച്ചു തരാം. ആ എൻ്റെ ചിന്താഗതി തെറ്റാണെന്ന് തെളിയിക്കാനെങ്കിലും നിങ്ങൾ ആ കുട്ടിയെ സഹായിക്കുക. അവനൊരു ഇഞ്ചക്ഷൻ വേണം. 24 കോടി രൂപയാണ് ആ കുട്ടിക്ക് വേണ്ടത്. അത് നിങ്ങൾക്ക് ഒന്നുമില്ല. അത് നിങ്ങളുടെ തന്തയുടെയും തള്ളേൻ്റെ കയ്യിൽ 1 രൂപയില്ല. അതിനെ രക്ഷിച്ചേ പറ്റൂ. അതൊരു കുരുന്നാണ്. അവൻ ഭാവിയിൽ എന്താകുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഒരുപക്ഷെ ഈ രാജ്യത്തിന് തന്നെ അഭിമാനമാകാവുന്ന ഒരാളായി മാറാൻ സാധ്യതയുള്ളൊരു കുട്ടി കൂടിയാണ്. അപ്പൊ നിങ്ങളെല്ലാവരും ഈ അജണ്ടയുടെ ഭാഗമാകാതെ, അല്ലെങ്കിൽ പ്രത്യേക വിഭാഗത്തിന്റെ അജണ്ടയിൽ മാത്രമേ ഞങ്ങൾ നിലകൊള്ളൂ എന്ന് പറയാതെ, ഇതുപോലത്തെ പാവം പിടിച്ച കുടുംബത്തിലെ കുട്ടികളെ കൂടി നിങ്ങളൊന്ന് കാണുക. നിങ്ങളുടെ നന്മയുള്ള ഹൃദയം ഒന്ന് തുറക്കുക. ഇതുപോലത്തെ പാവം പിടിച്ച കുരുന്നുകൾ നമുക്കിടയിലുണ്ട്. അവർക്കും വേണം ജീവിതം. ഒരാളെ കൊന്നതിന് കിട്ടിയ ശിക്ഷയല്ല ഈ പാവം പിടിച്ച കുരുന്നിന്. അവൻ കൊച്ചു കുഞ്ഞാണ്. അവൻ ജീവിച്ചു വരുന്നതേ ഉള്ളൂ. 4-5 വയസ്സായിട്ടുള്ളൂ. ആ കുരുന്നിന് ജീവിക്കണം. ആ കുരുന്നിനെ രക്ഷപ്പെടുത്താൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഈ കേരളം എന്ന് പറയുന്നത് ഒരു ഭ്രാന്താലയമാണ്. പ്രത്യേക വിഭാഗത്തിന് വേണ്ടി ഭ്രാന്തായി മാറിയ കുറെ ആളുകൾ, അവരുടെ മാത്രം കാര്യങ്ങൾ നടന്നു പോകുന്നു. അവർക്ക് വേണ്ട ചികിത്സാ സഹായങ്ങൾ കിട്ടുന്നു. എല്ലാം ഭംഗിയായിട്ട് അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ ഏതാനും മണിക്കൂറുകൾക്കകം അവരുടെ അക്കൗണ്ടിലോട്ട് എത്തുന്നു. ഇങ്ങനെ ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം തുറന്നു വെച്ച ജാലകമായിട്ട് കേരളം മാറുമ്പോൾ ഭയപ്പെടുത്തുന്ന കാര്യം കൂടിയാണത്. ശരിയാണ്, ഇതെല്ലാം ചിലപ്പോൾ എന്റെ തെറ്റിദ്ധാരണയായിരിക്കാം. ആ തെറ്റിദ്ധാരണയാണെന്ന് തെളിയിക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ്. ഈ കേരളം ഇങ്ങനെയല്ല. കേരളത്തിലെ എല്ലാ വേദനപ്പെട്ട ഹൃദയത്തെയും സുഖപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിക്കും. എല്ലാ വേദനപ്പെടുന്ന ശരീരത്തെയും സുഖപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കും എന്ന് നിങ്ങൾ തെളിയിക്കേണ്ട ഒരു സമയം കൂടിയാണ്. 6 മാസം കഴിഞ്ഞു ആ കുട്ടിക്ക് പിരിവെടുക്കാൻ തുടങ്ങിയിട്ട്. 28 ലക്ഷം രൂപയാണ് ആ കുട്ടിയുടെ അക്കൗണ്ടിലോട്ട് വന്നിട്ടുള്ളത്. എവിടെ നന്മയുള്ള കേരളം? എവിടെ നിങ്ങൾ പറയുന്ന മതേതര കേരളം? എനിക്കറിയില്ല. ഞാൻ കുറെ തിരഞ്ഞു നോക്കി, എവിടെയും കണ്ടു കിട്ടിയിട്ടില്ല എനിക്ക്. ഞാനിതിങ്ങനെ ഓടി നടക്കുകയാണ് നിങ്ങൾ പറഞ്ഞ മതേതര കേരളം കാണാൻ വേണ്ടി, അല്ലെങ്കിൽ എല്ലാവരെയും കൈയടിഞ്ഞ് സഹായിക്കുന്ന മഹാമനസ്കരുള്ള കേരളത്തെ തേടി ഞാൻ അലയുകയാണ്. ഇതെല്ലാം എന്റെ തെറ്റിദ്ധാരണയാണ് എന്ന് എനിക്ക് ബോധ്യപ്പെടണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ തെളിയിച്ചു തരണമെങ്കിൽ, നിങ്ങൾ ആ കുരുന്നിനെ സഹായിക്കുക. ആ പേരിലെങ്കിലും നിങ്ങൾ ആ കുരുന്നിനെ സഹായിച്ചാൽ ഞാൻ വളരെയധികം ബ്ലസ്ഡ് ആണ്. കാരണം ഒരു തെറ്റിദ്ധാരണ മാറിനോടുകൂടി ഒരു കുഞ്ഞിന്റെ ജീവൻ കൂടി തിരിച്ചു കിട്ടുകയാണ്. കഴിയുമോ നിങ്ങൾക്ക്? കേരളമേ, നിങ്ങളോടാ ചോദിക്കുന്നത്, കഴിയുമോ? കഴിയുമെങ്കിൽ ഈ വെല്ലുവിളി നിങ്ങൾ ഏറ്റെടുക്കുക. ആ കുഞ്ഞിനു വേണ്ടി നിങ്ങൾ എങ്ങനെയാണോ കൊലപാതകം ചെയ്ത ഒരാളുടെ ജീവൻ തിരിച്ചെടുക്കാൻ വേണ്ടി സഹകരിച്ചത്, അതുപോലെ ഒന്നും അറിയാത്ത പാവം പിടിച്ച ഒരു 5 വയസ്സുകാരൻ പയ്യന് വേണ്ടി, അവന്റെ ജീവൻ തിരിച്ചു പിടിക്കാൻ വേണ്ടി, അവന് ലോകം കാണാൻ വേണ്ടി, അവനിവിടെ കൊതിതീരോളം ജീവിക്കാൻ വേണ്ടി നിങ്ങൾ അവനെ സഹായിക്കുക. എനിക്കിത്ര ഈ കാര്യത്തിൽ പറയാൻ പറ്റും. ബോബി ചെമ്മണ്ണൂരായാലും ശരി, ആരായാലും ശരി, വെറും ബിസിനസ് തന്ത്രമല്ലായിരുന്നു താങ്കളുടേത്, വെറും ചാരിറ്റി മാത്രമായിരുന്നു താങ്കളുടെ ഉദ്ദേശമെങ്കിൽ തീർച്ചയായിട്ടും താങ്കൾ മുതലമടയിൽ ഈ കുടുംബത്തിൽ വരണം. ഈ കുട്ടിയെ കാണണം. ആ കുട്ടിക്ക് വേണ്ട സഹായങ്ങൾ നിങ്ങൾ കൊടുക്കണം.
അങ്ങനെയൊക്കെ കൊടുക്കുമ്പോഴുള്ളൂ പോച്ചേ നിങ്ങളൊക്കെ ഒരു യഥാർത്ഥ മനുഷ്യസ്നേഹിയാണ് എന്ന് എന്നെ പോലത്തെ ആളുകൾക്ക് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ വെറും തന്ത്രശാലിയായിട്ടുള്ള ഒരു ബിസിനസ്മാൻ മാത്രമായിട്ട് നിങ്ങൾ ചുരുങ്ങിപ്പോകും എൻ്റെ മനസ്സിലെങ്കിലും. ഇത് വൈകാരികമായിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ്. ഇത് കണ്ടുകൊണ്ട് ഞങ്ങൾ ആ കുട്ടിയെ സഹായിക്കില്ല എന്നുള്ള ബോധം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുകയും ചെയ്യരുത്. കാരണം 6 മാസമായിട്ട് ആ കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി ആ അച്ഛനും അമ്മയും അനുഭവിക്കുന്ന യാതനയിൽ നിന്നുണ്ടായ ഒരു വേദനയാണിത്. ആ വേദനയെ അങ്ങനെ തന്നെ കണ്ടുകൊണ്ട് എൻ്റെ തെറ്റിദ്ധാരണ മാറ്റാനെങ്കിലും, അല്ലെങ്കിൽ എൻ്റെ ചിന്താഗതി ഒരു പ്രത്യേക അജണ്ടയിലാണ് കേരളത്തിൻ്റെ മുന്നോട്ട് പോക്ക് എന്ന് എൻ്റെ തെറ്റിദ്ധാരണയാണെന്ന് തെളിയിക്കാനെങ്കിൽ പോലും നിങ്ങൾ ഈ കുട്ടിക്ക് വേണ്ടി കൈയഴിഞ്ഞ് സഹായിക്കുക. നന്ദി, നമസ്കാരം.